എല്ലാവർക്കും നമസ്കാരം. എന്നെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചത് വെങ്കിടിയാണ്. വെങ്കിടി വിളിച്ചുടനെ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന്. വേറെ ഒരു തടസ്സങ്ങളൊന്നും പറയാതെ ഈ ഒരു അനുകമ്പയിലേക്ക് ഞാനും കൂടിച്ചേർന്നു. അനുകമ്പ എന്ന് പറയുമ്പോൾ അതിൽ ഫിസിക്സ് ഉണ്ട്. സത്യത്തിൽ നേരത്തെ ഗോപീഷൻ പറഞ്ഞ പോലെ കമ്പനമാണെന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ പറഞ്ഞല്ലോ. നമ്മൾ സംഗീതം പഠിക്കുമ്പോൾ തമ്പുരുവിലെ ഷഡ്ജം, സാരണ, അനുസാരണ, പഞ്ചമം, പ്രകൃതി സ്വരങ്ങളായിട്ടുള്ള ഷഡ്ജവും പഞ്ചമം ഇത് ചേർക്കുമ്പോൾ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതി സ്വരങ്ങൾക്ക് മാറ്റങ്ങളില്ല എന്നുള്ളതാണ്. പ്രകൃതി സ്വരം മാറ്റമില്ലാത്തതാ. എന്നാൽ അതിൽ കുറേ നമ്മൾ രാഗങ്ങളുടെ നിർമ്മിതിയിൽ കുറേ വികൃതികൾ വന്നു ചേരുന്നുണ്ട്. വികൃതി സ്വരങ്ങളുണ്ടതിൽ. ആ വികൃതി സ്വരങ്ങൾ കൊണ്ടാണ് രാഗനിർമ്മിതികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ പ്രപഞ്ചം സംഗീതാത്മകമായിട്ടും വളരെ മനോഹരമായിട്ടിരിക്കുന്നതും ആ വികൃതികളെ കൊണ്ടാണ്. അപ്പോൾ ഈ ഷഡ്ജ പഞ്ചമങ്ങൾ ശ്രുതി ചേർത്ത് വെക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ കമ്പനത്തെക്കുറിച്ച് പറയുമ്പോൾ മധ്യഷഡ്ജം, മധ്യപഞ്ചമം, ഇതിൻ്റെ നടുവിലായിട്ട് സാരണ, അനുസാരണ എന്ന് പറഞ്ഞിട്ട് രണ്ട് ശ്രുതികളുണ്ട് തമ്പുരുവിൽ. ഈ സാരണ എന്ന കമ്പി, സാരണ എന്ന് പറഞ്ഞ ശ്രുതി, അതിനോട് അതേ ലെവലിൽ അതേ ഫ്രീക്വൻസിയിൽ മൈന്യൂട്ടായിട്ട് ശ്രുതി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അത് മീട്ടുമ്പോൾ സാരണ മീട്ടിയാൽ അനുസാരണയും അനുകമ്പനം ചെയ്യും. ഈ അനുകമ്പനാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ സാമൂഹികമായിട്ടുള്ള തുല്യത. മനുഷ്യർ തമ്മിൽ ശ്രേണീകൃതമായിട്ടുള്ള വ്യവസ്ഥകളെ കൊണ്ട് പല തട്ടുകളിലായിട്ട് തിരിച്ചു വെച്ചിട്ടുള്ളതിനെ മറികടക്കുന്ന ആ ഒരു അനുകമ്പ എന്ന് പറയണത് ഈ അനുകമ്പനാണ് എന്ന് മറ്റൊരു തരത്തിൽ സംഗീതാത്മകമായിട്ട് വേണമെങ്കിൽ പറയാം എന്നാണ് എൻ്റെ ഒരു വിഷയം. അരുളുള്ളവനാണ് ജീവി എന്ന് ഗുരു പറയുന്നു. അത് സാമൂഹികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ശ്രേണികളെയും അതിജീവിച്ചുകൊണ്ട് അതിനെല്ലാം മറികടന്നുകൊണ്ട് ഒരു തുല്യമായിട്ടുള്ള ഒരു ഗുരു പറയുന്നുണ്ടല്ലോ. തരംഗം അന്യമാമോ എന്ത്? ഈ നമ്മൾ ഒരു സമുദ്രത്തെ നോക്കി കാണുമ്പോൾ അതിൽ പത കാണും, തിരകൾ കാണും, അല്ലേ? വെള്ളം, നിറയെ വെള്ളമാണ്, ചുറ്റും നിറയെ വെള്ളം, പലതരത്തിൽ അത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ ജലമാണല്ലോ എന്ന്. അപ്പോൾ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള പൊരുൾ എന്ന് പറയുന്നത് ഒന്നാണ് എന്നുള്ളത് തന്നെയാണ്. ഇരുളിലിരിപ്പവനാര് ചൊൽക നീ എന്ന് ഒരുവൻ ഉരപ്പത് കേട്ട് താനുമേവം അറിവതിനായി അവനോട് നീയും ആര് എന്നരുളും ഇതിൻ പ്രതിവാക്യം ഏകമാകും എന്നുള്ളത് ഗുരു ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ട്. ഇവിടെ എല്ലാവരും എൻ്റെ ആലാപനം കേൾക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു 27ാമത്തെ വയസ്സിലാണ് ഇവിടെ സാഹിത്യ അക്കാദമിയിലെ ഈ എന്താ പറയുക, നേരത്തെ പറഞ്ഞ സന്യാസം
റിബലിസം, അതിലൊരു പ്രതിരോധമുണ്ട് എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ കബീറിൻ്റെ ഗാനങ്ങളാണ് ഞാൻ ആ തരത്തിൽ ആദ്യമായിട്ട് കമ്പോസ് ചെയ്ത് ഇവിടെ നമ്മുടെ അന്ന് ഇവിടെയല്ല സ്റ്റേജ് തോന്നുന്നു, അപ്പുറത്തായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഞാൻ ഇവിടെയാണ് ആ പാട്ടുകൾ പാടിയത്. അതിൽ ഈശ്വരൻ യഥാർത്ഥത്തിൽ ആരാണ് ഈശ്വരൻ എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു അന്വേഷണമാണ്. കാരണം ദൈവത്തിൻ്റെ പേരിലാണല്ലോ ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടതും ഗോധ്രയിൽ കലാപങ്ങൾ നടന്നതൊക്കെ. നിരവധി മനുഷ്യർ മതത്തിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു. സ്ത്രീകളൊക്കെ, കുട്ടികളടക്കം, വയറ്റിലുള്ള കുട്ടിയെ അടക്കം ശൂലം കൊണ്ട് കുത്തി കൊല്ലുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോയപ്പോൾ നമ്മളെ പോലെയുള്ള സമാനമായിട്ട് ചിന്തിക്കുന്ന സുഹൃത്തുക്കളുടെ ഒരു കൂടിയാലോചനയും അതൊന്ന് ഉരുത്തിരിഞ്ഞുണ്ടായിട്ടുള്ള ഒരു ആശയമായിരുന്നു. കബീറിൻ്റെ പോയംസ് ഓഫ് കബീർ എന്നുള്ള പേരിൽ രവീന്ദ്രനാഥ് ടാഗോർ കളക്ട് ചെയ്തിട്ടുള്ള കബീറിൻ്റെ കൃതികളുടെ ഒരു സമാഹാരം, അതിൻ്റെ മലയാള ട്രാൻസ്ലേഷൻ നമ്മുടെ മരിച്ചുപോയ സലിം രാജും അതുപോലെ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തും പിന്നെ പ്രൊഫസർ വി അരവിന്ദാക്ഷ മാഷൊക്കെ ചേർന്ന് അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിലാണ് ആ ഒരു ട്രാൻസ്ലേഷനൊക്കെ ഉണ്ടായത്. അത് സംഗീതം ചെയ്ത് പാടാൻ എൻ്റെ കയ്യിൽ കൊണ്ടുതരുന്നു, ഞാനത് കമ്പോസ് ചെയ്ത് പാടി. അതിൽ ഒരെണ്ണമൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷൻ നടത്തിയൊരു പരിപാടിയിൽ ഞാൻ ഒരെണ്ണം പാടിയിട്ടുണ്ട്, അതവർ യൂട്യൂബിലിട്ടിട്ടുണ്ട്. എനിക്ക് കുറച്ച് വെള്ളം കിട്ടും. ഈ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ തൊണ്ട ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ കബീറിൻ്റെ ആ കൃതികളിൽ പറയുന്നത്, എന്തിനാണ് അലറി വിളിക്കുന്നത്, ബധിരനാണോ പ്രഭു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാതോർക്കുമെൻ പ്രഭു വെറും ഒരു പുഴുവിൻ്റെ ചെറിയൊരു പദചലനത്തിന് പോലും. അങ്ങനെ ഒരു പുഴു സഞ്ചരിക്കുമ്പോൾ ഉള്ള ആ ഒരു പദചലനം കേൾക്കാൻ കഴിയുന്ന ഈശ്വരനെ എന്തിനാണ് ഇങ്ങനെ അലറി വിളിക്കുന്നത്? ഇന്ന് ആ കാലത്ത് എനിക്ക് തോന്നുന്നു മുഗളന്മാരുടെ ഒരു കാലഘട്ടത്തിലായിരിക്കുമല്ലോ അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട്. ഒരു 13-ാം നൂറ്റാണ്ട് 14-ാം നൂറ്റാണ്ട് ആ ഒരു കാലഘട്ടത്തിൽ. അന്ന് അദ്ദേഹം അത് എഴുതിയപ്പോൾ അലറി വിളിക്കുന്നത് എന്തിനു, മൗലവി ബധിരനോ പ്രഭു എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴും അലറി വിളിക്കുന്നത് എന്തിനു, മൗലവി ബധിരനോ പ്രഭു പ്രപഞ്ചനാഥൻ എന്ന് ഞാനിവിടെ ഇരുന്ന് പാടുന്നുണ്ടായി. പക്ഷേ കാലങ്ങൾക്ക് ശേഷം അതങ്ങനെ പാടിക്കൂടാന്ന് എനിക്ക് ഒരു തിരിച്ചറിവുണ്ടാവുക. ഇപ്പോഴും ഞാനത് ഉറച്ച് വിശ്വസിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂരിപക്ഷമായ ഒരു മതവിഭാഗം, മതം എന്ന് പറയാൻ പറ്റില്ല, അതിനെ അവർ മതവൽക്കരിച്ചതാണ്. ഒരു സംസ്കാരത്തെ അതിൻ്റെ എല്ലാ മൂല്യങ്ങളെയും അടിച്ചു മാറ്റിക്കൊണ്ട് അതൊരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും അതിൻ്റെ പേരിൽ അധികാരത്തിൽ വരികയും അതിൻ്റെ പ്രതിഫലനം എന്നുള്ള രീതിയിൽ ഒരു മറുപക്ഷം സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. പ്രതിരോധം എല്ലാവർക്കും ആവശ്യമാണല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പ്രതിരോധങ്ങളെ നമുക്ക് വർഗീയതാന്ന് കണ്ണടച്ചങ്ങ് ഒരേ തട്ടിൽ ഒരേ തരത്തിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് തോന്നി ഈ ബാബറി മസ്ജിദ് പൊളിക്കുന്നു, ഗോധ്രയിൽ കലാപങ്ങൾ ഉണ്ടാകുന്നു, ഇപ്പോൾ പൗരത്വ വിഷയങ്ങളുണ്ടായപ്പോൾ നിങ്ങൾ കണ്ടതാണ്, എത്രയോ നിരപരാധികളായിട്ടുള്ള ആളുകൾ അടിച്ചമർത്തപ്പെട്ടു, കൊല്ലപ്പെട്ടു, വേട്ടയാടപ്പെട്ടു, അവരുടെ കുടുംബം ബുൾഡോസർ ഉപയോഗിച്ച് നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ നമ്മൾ വായിച്ചറിയുന്ന കാര്യങ്ങളാണ്. ബധിരനോ പ്രഭു പ്രപഞ്ചനാഥൻ അപരിചിതനല്ലോ ജഗദീശ്വരൻ. കാതോർക്കുമെൻ പ്രഭു
വെറുമൊരു പുഴുവിൻ്റെ ചെറിയൊരു പദചലനത്തിനു പോലും കാതോർക്കുമെൻ പ്രഭു. വെറുമൊരു പുഴുവിൻ്റെ ചെറിയൊരു പദചലനത്തിനു പോലും അപരിചിതനല്ലോ ജഗദീശ്വരൻ. ഈ ജഗത്തിൻ ഈശ്വരൻ നിങ്ങൾക്ക് പരിചിതൻ. അപരിചിതനല്ലോ ജഗദീശ്വരൻ. ഉടയാടകൾ കാവിയിൽ മുക്കിയിടുന്നു സന്യാസി. ഉടയാടകൾ കാവിയിൽ മുക്കിയിടുന്നു സന്യാസി. കുതിർത്തിയിടുന്നില്ല മാനസം സ്നേഹവർണ്ണങ്ങൾ. അടിസ്ഥാനമായിട്ട് ആ സ്നേഹം തന്നെയാണ് വേണ്ടത്. ആ സ്നേഹത്തിലാണ് അനുകമ്പനം നടക്കുള്ളൂ. ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടുപാമ്പേ. തിങ്കളും കൊന്നയും ചൂടുമീശം തിങ്കളും കൊന്നയും ചൂടുമീശൻ പദപങ്കജം ചേർന്ന നിന്നാടു പാമ്പേ. വെണ്ണീറണിഞ്ഞു വിളങ്ങും തിരുമേനി കണ്ണീരൊഴുക കണ്ടാടു പാമ്പേ. ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുള്ളിൽ നിൻ തിരുമേനി വിട്ടകലാത്ത ചിന്തയും. ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുള്ളിൽ നിൻ തിരുമേനി വിട്ടകലാത്ത ചിന്തയും. അരുളാൽ വരും ഇമ്പം അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലാതൊക്കെയും ഇരുളൻപിനെ മാറ്റും അല്ലലിൻ കരുവാകും കരുവാമിതേദിനും. ഇരുളൻപിനെ മാറ്റും അല്ലലിൻ കരുവാകും കരുവാമിതേദിനും. ഇരുളൻപിനെ മാറ്റും അല്ലലിൻ കരുവാകും കരുവാമിതേദിനും. അരുളൻ പനുകമ്പമൂന്നിനും പൊരുളൊന്നാണിത് ജീവതാരകം. അരുളൻ പനുകമ്പമൂന്നിനും പൊരുളൊന്നാണിത് ജീവതാരകം. അരുളുള്ളവനാണ് അരുളുള്ളവനാണ് ജീവിയെന്നൊരു വിട്ടിടുക ഈ നവാക്ഷരി. അരുളുള്ളവനാണ് ജീവിയെന്നൊരു വിട്ടിടുക ഈ നവാക്ഷരി. അരുളുള്ളവനാണ് ജീവിയെന്നൊരു വിട്ടിടുക ഈ നവാക്ഷരി. ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര
നൽകുള്ളിൽ നിന്തിരുമേ വിട്ടകലാത ചിന്തയും. അരുളില്ലയതെങ്കിൽ അസ്ഥിതോൽ സിരമാറുന്നൊരുടമ്പു താനവൻ. അരുളില്ലയതെങ്കിൽ അസ്ഥിതോൽ സിരമാറുന്നൊരുടമ്പു താനവൻ. മറുവിൽ പ്രവഹിക്കും അമ്പുവ പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാം. മരുവിൽ പ്രവഹിക്കും അമ്പുവ പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാം. മരുവിൽ പ്രവഹിക്കും അമ്പുവ പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാം. വരുമാറുവിധം വികാരവും വരുമാറില്ലറിവിന് ഇതിന്നു നേർ. വരുമാറുവിധം വികാരവും വരുമാറില്ല അറിവിന് ഇതിന്നു നേർ. ഉരുവാം ഉടൽ വിട്ട് കീർത്തിയാൽ ഉരുവാർന്ന് അനുകമ്പ നിന്നിടും. ഉരുവാമുടൽ വിട്ട് കീർത്തിയാൽ ഉരുവാർന്നനുകമ്പ നിന്നിടും. ഉരുവാം ഉടൽ വിട്ട് കീർത്തിയാൽ ഉരുവാർന്നനുകമ്പ നിന്നിടും. പരമാർത്ഥമുരച്ചു തേർവിടും പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ ഭൂതദയാ ക്ഷമാഭ്യോ സരളാദ്വയ ഭാഷ്യ കാരണാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ. സരള അദ്വയ ഭാഷ്യ കാരണാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ. പരമേശ പവിത്ര പുത്രനോ കരുണാവന്നഭിമുത്തുരത്നമോ. പരമേശ പവിത്ര പുത്രനോ കരുണാവന്നഭിമുത്തുരത്നമോ. പരമേശ പവിത്ര പുത്രനോ കരുണാവന്നഭിമുത്തുരത്നമോ. പരമേശ പവിത്ര പുത്രനോ കരുണാവന്നഭിമുത്തുരത്നമോ. ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകരാ നൽകുള്ളിൽ നിന്തിരുമേ വിട്ടകലാത്ത ചിന്തയും. ജ്വരം മാറ്റി വിഭൂതി കൊണ്ടു മുന്നരിതാമേലകൾ ചെയ്ത മൂർത്തിയോ. ജ്വരം മാറ്റി വിഭൂതി കൊണ്ടു മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ. അരുതാതെ വലഞ്ഞു
ഒരു പീഡയെറുമ്പിനും വരുത്തരുത്, ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകരാ നൽകുകുള്ളിൽ നിന്തിരുമേ വിട്ടകലാത ചിന്തയും ഹരനിന്നെഴുതി പ്രസിദ്ധമാ മറയുന്നോദിയമാമുനീന്ദ്രനോ മറിയാതെ ഉടലോടു പോയൊരാ പരമേശന്റെ പരാത്യ ഭക്തനോ, മര്യാദുടലോടു പോയൊരാ പരമേശന്റെ പരാത്യ ഭക്തനോ, മര്യാദുടലോടു പോയൊരാ പരമേശന്റെ പരാത്യ ഭക്തനോ, നരരൂപമെടുത്ത് ഭൂമിയിൽ പെരുമാറിടിന കാമധേനു, നരരൂപമെടുത്ത് ഭൂമിയിൽ പെരുമാറിടിന കാമധേനു, പരമാത്ഭുത ദാനദേവതാതരുവോ ഈ അനുകമ്പയാണ്ടവൻ, പരമാത്ഭുത ദാനദേവതാതരുവോ ഈ അനുകമ്പയാണ്ടവൻ, പരമാത്ഭുത ദാനദേവതാതരുവോ ഈ അനുകമ്പയാണ്ടവൻ, പരമാത്ഭുത ദാനദേവതാതരുവോ ഈ അനുകമ്പയാണ്ടവൻ. ഒരു പീഡയെറുമ്പിനും വരുത്തരുത്, ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകരാ നൽകുകുള്ളിൽ നിന്തിരുമേ വിട്ടകലാത ചിന്തയും, നിന്തിരുമേ വിട്ടകലാത ചിന്തയും. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തത് ഉടനെ മറന്നിടുക അതുത്തമം. ധർമ്മം ജയിക്കുന്നു, സത്യം ജയിക്കുന്നു സർവദാ, അസത്യവും ജയിക്കില്ല അധർമ്മവും ഒരിക്കലും. നെല്ലിന് നീര് വിട്ടിടിൽ പുല്ലിനു പോയിടുന്നത്, കല്ലിലത്രേ ജലം നെല്ലിൽ ചെയ്യും വഴി തടുക്കുകിൽ. നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, ഒന്നുണ്ട് നേര് നേരല്ലിതൊന്നും മർത്യന സത്യവും ധർമ്മവും വേണം, ആയുസ്സു നിൽക്കുകില്ലാർക്കും. മർത്യന സത്യവും ധർമ്മവും വേണം, ആയുസ്സു നിൽക്കുകില്ലാർക്കും. ഓർക്കുക നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, പേരും പ്രതിഭയും നല്ലോരാരുമേ കൈവിടില്ലാതെ, നേരത്തെ കൃപണ കൊട്ടും ചേരാനേരെ
ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തത് ഉടനെ മറന്നിടുക അതുത്തമം. അമേരിക്കൻ ബ്ലാക്ക് മ്യൂസിക്കിൽ ഒരുപാട് നല്ല ബ്ലൂസും ജാസും ഒക്കെ നിരന്തരം കേൾക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നുകൊണ്ട് അതിൽ നിന്ന് ഒരു ത്രെഡ് എനിക്ക് ഈ ഒരു ഗാനം കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ അദ്ദേഹത്തിൻ്റെ ഈ പദം എൻ്റെ രീതിയിൽ കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഊർജം എനിക്ക് കിട്ടി. അങ്ങനെയായിരുന്നു ആ ഒരു ഗാനത്തെ ഞാൻ കമ്പോസ് ചെയ്തത്. കാണുന്നില്ല കാണുന്നീരൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ, പാരിലുള്ള ചരിത്രങ്ങൾ ഓരോന്നും പരിചിന്തനം ചെയ്തിടുക രണ്ടു വംശത്തെ. കാണുന്നീരൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ, എൻ്റെ വംശത്തിൻ കഥ എഴുതി വച്ചിടാൻ പണ്ട് ഉർവിയിലാരും ഇല്ലാതെ പോയല്ലോ. ഇതായിരുന്നു അതിലൊരു പ്രധാന വാചകം. എൻ്റെ വംശത്തിൻ്റെ കഥ എഴുതി വെക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നല്ലോ. നമ്മൾ കേരള ചരിത്രം പലരും എഴുതി കണ്ടു, എഴുതിയവരുടെ മനോഘടന അനുസരിച്ച് അവർ എഴുതി. പക്ഷേ അതിലൊന്നും ഒരു വംശത്തെ, അതായത് പൊയ്കയിലപ്പച്ചനോ അല്ലെങ്കിൽ അയ്യങ്കാളിയോ എഴുതപ്പെട്ടില്ല എന്നുള്ളതാണ്. വളരെ മാനവികമായിട്ട് ചിന്തിക്കുന്ന, പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന വലിയ മനുഷ്യരെന്ന് നമ്മളെ പറയുന്ന വലിയ രാഷ്ട്രീയ സൈദ്ധാന്തികര് കേരള ചരിത്രത്തെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിൽ അയ്യങ്കാളിയും പൊയ്കയിലപ്പച്ചനൊന്നുമില്ല എന്നുള്ളതാണ്. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവം യഥാ ന ബ്രാഹ്മണാദിരസ്യൈവം ഹാ തത്വം വേദി കോപിന. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. നരജാതിയിൽ നിന്നത്രേ പിറന്നിടുന്നു വിപ്രനും പറയുന്നാലും എന്നുള്ളതന്തരം നരജാതിയിൽ. പറച്ചിൽ നിന്ന് പണ്ട് പരാശര മഹാമുനി പിറന്നു മറുസൂത്രിച്ച മുനി കൈവർത്ത കന്യയിൽ. ഇല്ല ജാതിയിലൊന്നുണ്ടോ വല്ലതും ഭേദമോർക്കുകിൽ, ചൊല്ലേറും വ്യക്തിഭാഗത്തിലല്ലേ ഭേദമിരുന്നിടൂ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ, ഒരു ഭേദവുമില്ലതിൽ. ഇതാണ് ജാതി നിർണയം. ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിർത്താൻ വിചാരിക്കുകയാണ്. കലാപകാരികളെ വസ്ത്രം കണ്ടാൽ തിരിച്ചറിയാം. ഇങ്ങനെയാണ് മനുഷ്യരുടെ വസ്ത്രം കണ്ടാൽ അവർ കലാപകാരികളാണെന്ന് തിരിച്ചറിയുന്നത്. അത് ഏത് തരം മനോഘടനയിൽ നിന്നാണ് അത് വന്നത് എന്നുള്ളതാണ്. ഇതൊരു മതേതര ഇന്ത്യയാണ്, അല്ലാണ്ട് ഹിന്ദു രാഷ്ട്രമല്ല. അവിടെ വളരെ ക്രൂരമായിട്ടുള്ള ആ ഒരു പ്രസ്താവന ഒരു വിഭാഗത്തെ അപരവൽക്കരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല
അവർക്കെതിരെയുള്ള എല്ലാ ആക്രമങ്ങൾക്കും എല്ലാവിധ സപ്പോർട്ടും ആ വാക്കുകളിലുണ്ട്. ഞാൻ ആ സമയത്ത് 2-3 പാട്ടുകൾ കമ്പോസ് ചെയ്തു. ഒന്ന് ഫയസ് അഹമ്മദ് ഫയസ് എഴുതിയ ഹം ദേഖേംഗേ എന്ന ഒരു പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നസം, അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഷമീന ബീഗം എന്ന സുഹൃത്തിൻ്റെ വരികൾ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സബ് യാദ് രഖാ ജായേഗ എന്ന ആമിർ അസീസ് എന്ന കവി, യുവകവി എഴുതിയ കവിതയുടെ മലയാള ട്രാൻസ്ലേഷൻ, അതും ഷമീന ബീഗം ചെയ്ത ട്രാൻസ്ലേഷനാണ്. അതിങ്ങനെയായിരുന്നു. ആ പാട്ട് യഥാർത്ഥത്തിൽ ലോകം മുഴുവനും മുഴങ്ങിക്കേൾക്കേണ്ട പാട്ടാണെന്ന് തോന്നി. കാരണം പലസ്തീനിൽ ഇത്രയധികം കുട്ടികൾ കൊല്ലപ്പെടുകയും സ്ത്രീകളും കുട്ടികളും കുടുംബങ്ങളടക്കം തുടച്ചു നീക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോവുകയാണല്ലോ നമ്മൾ. ഈ പാട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള അക്രമങ്ങൾക്കും എതിരെയുള്ള ഒരു ഗാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സകലതും ഓർത്തു വയ്ക്കപ്പെടും, സകലതിനെ കുറിച്ചും ഓർത്തു വയ്ക്കപ്പെടും. നിങ്ങളുടെ തോക്കുകൾ കൊണ്ട്, നിങ്ങളുടെ ബോംബുകൾ കൊണ്ട്, നിങ്ങളുടെ തോക്കുകൾ കൊണ്ട് കൊന്നൊടുക്കിയ എല്ലാ ഹീന കർമ്മങ്ങളും ഞങ്ങൾ ഓർത്തു വയ്ക്കപ്പെടും. നിങ്ങളുടെ തോക്കുകൾ കൊണ്ട്, നിങ്ങളുടെ ലാത്തികൾ കൊണ്ട് നിങ്ങൾ കൊന്നൊടുക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഈ ഹൃദയം പുകഞ്ഞു തന്നെ ഇരിക്കപ്പെടും. സകലതും ഓർത്തു വയ്ക്കപ്പെടും, സകലതിനെ കുറിച്ചും ഓർത്തു വയ്ക്കപ്പെടും. രാത്രിയുടെ മറവിൽ ഞങ്ങളുടെ വീടുകളിൽ ഇരച്ചു കയറിയത്, ചുറ്റികയും കുറുവടിയും കൊണ്ട് ഞങ്ങളുടെ ഉടലും തലയും ഉടച്ചു കളഞ്ഞത് ഞങ്ങൾക്കിത് അറിയാം. മഷി കൊണ്ട് നിങ്ങൾ ഉണകൾ എഴുതി പിടിപ്പിക്കും, പക്ഷേ ഞങ്ങളുടെ രക്തം കൊണ്ടായാലും സത്യം എഴുതപ്പെടും. സകലതിനെ കുറിച്ചും ഓർത്തു വയ്ക്കപ്പെടും. നിങ്ങൾ രാത്രിയിൽ എഴുതിക്കൊള്ളു, നിലാവെന്ന് ഞങ്ങൾ തിരുത്തും. നിങ്ങൾ ഞങ്ങളെ ജയിലിലടച്ചോളൂ, ഞങ്ങൾ ആ മതിലുകൾ തകർത്തു വന്നെഴുതും. നിങ്ങൾ ഞങ്ങളെ കൊന്നുകളഞ്ഞോളൂ, നിങ്ങൾക്കെതിരെ തെളിവായി ഞങ്ങൾ പ്രേതങ്ങളായി വരും. ബധിരനു പോലും കാണുന്നത്ര, ബധിരനു പോലും കേൾക്കുന്നത്ര വ്യക്തതയിൽ, ബധിരനു പോലും കേൾക്കുന്നത്ര ഉച്ചത്തിൽ പറയും. അന്ധർക്ക് പോലും കാണുന്നത്ര വ്യക്തതയിൽ എഴുതും. ബധിരനു പോലും കേൾക്കുന്നത്ര ഉച്ചത്തിൽ പറയും. അന്ധർക്ക് പോലും കാണുന്നത്ര വ്യക്തതയിൽ എഴുതും. സകലതും ഓർത്തു വയ്ക്കപ്പെടും, സകലതിനെ കുറിച്ചും ഓർത്തു വയ്ക്കപ്പെടും. സകലതും ഓർത്തു വയ്ക്കപ്പെടും, സകലതിനെ കുറിച്ചും ഓർത്തു വയ്ക്കപ്പെടും. അനുകമ്പയില്ലാത്ത ഒരു ലോകത്തിൻ്റെ എല്ലാ ക്രൂരതകളും നമ്മൾ കാണുന്നുണ്ട്. ഇതിനോടുള്ള സംഗീതം കൊണ്ടുള്ളൊരു പ്രതികരണമാണ് ഞാൻ എൻ്റെ സംഗീത വഴിയിൽ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ഒരു പിന്നണി ഗായികയും അതുപോലെ ഒരു കർണാടക സംഗീതത്തിൻ്റെ വഴിയിൽ കൂടി അത് വളരെ നന്നായിട്ട്
പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്നാൽ എനിക്ക് ആ വഴി കൂടെ പോകാമായിരുന്നു, അത് മാത്രമായിട്ട് എനിക്ക് പോകാമായിരുന്നു. പക്ഷേ നമുക്ക് മുന്നിലുള്ള ഇരുട്ടിനെ അത് മാറ്റാൻ സംഗീതം കൊണ്ട് ഇങ്ങനെയൊക്കെ കഴിയും. ഒരു വാക്കുകളെ നമ്മൾ ഒരു പ്രസംഗം, കുറേ നേരത്തെ ഒരു പ്രസംഗം കേട്ടാൽ ചിലപ്പോ ഉള്ളിൽ ആ ഒരു സ്പാർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ സംഗീതത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ അത് വികാരത്തിന്റെ ഭാഷയാണ്. മനുഷ്യന്റെ ലോലമായിട്ടുള്ള ഓരോ തന്തുക്കളെയും ഉണർത്താൻ കഴിയുന്നതാണ് സംഗീതം. അതുകൊണ്ട് സംഗീതത്തിൽ കൂടി നമ്മുടെ പ്രതിരോധത്തിന്റെ ഭാഷയെ, അല്ലെങ്കിൽ സംഗീതത്തിൽ കൂടി സ്നേഹത്തിന്റെ ഭാഷയെ, മാനുഷികമായിട്ടുള്ള നന്മയുടെ ഭാഷയെ ജനങ്ങളിലേക്ക് പ്രസരിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ് സംഗീതത്തിൽ കൂടി ഞാൻ ചെയ്യുന്നത്. നോട്ട് ഓൺലി ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ആൾ മാത്രമല്ല, പക്ഷേ ഞാനൊരു സാമൂഹ്യ ജീവി ആണ് എന്നുള്ളത് കൊണ്ട്, സമൂഹത്തിനോട് എനിക്ക് ഉത്തരവാദിത്വമുള്ളതുകൊണ്ട്, പല പ്രശസ്തങ്ങളായിട്ടുള്ള സിനിമാ ഗാനങ്ങൾ പാടിയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും, ഇപ്പൊ നിങ്ങൾക്ക് അറിയോ എന്നറിയില്ല, ഇന്ന് ആഘോഷിക്കപ്പെടുന്ന പല പ്രശസ്തമായ ഗാനങ്ങളും ഞാൻ പാടിയതാണ് സിനിമയിലെ. ചെമ്പാവ് പുന്നേലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിനെയോ. അതുപോലെ നിങ്ങളിപ്പോ ഈ കഴിഞ്ഞ വർഷമൊക്കെ ആഘോഷിച്ചു കൊണ്ട് നടന്ന പാതിചിരി ചന്ദ്രികയെ 14ന്റെ ചേലൊളിയെ, ഈ പാട്ടൊക്കെ നിങ്ങൾക്ക് അറിയണതല്ലേ? പടയാളികൾ ആയിരമായി സമരോത്സുകരായി പടയോടിയ പാവന ഭൂമിക താണ്ടിയ സംഹിതയാ, പല കൽപ്പനകൾ കവികൾ പണിതിട്ടൊരു സംഭവമാ, പല പാമര മാനവ മാനസ സങ്കട സംഗതിയാ. ചിന്തപ്പൂന്തോട്ടത്തെ ചന്തത്തെന്നാളെ ശങ്കപ്പൂമ്പാറ്റ് തെന്നിപ്പാറല്ലേ നിഞ്ചിറകടി സിലയാലേ മധുപൊടിയണവന് മലരാകെ പൂമ്പൊടി തരി ചിന്തന് പൂങ്കവൾ ചോക്കണ് പൂതികളായിരം പൂവിതളാകണ് പൂത്ത് നിൽക്കണ് പാട്ട് പാടണം മോഹത്തോടെ. തന്മനതിലെ മണിയറയാതെ നിറമലരണി വന്നനയാളെ സുപ്രിയ രസവദനി സരിഗമപദരസരഥമതിലുലകമേ അതിദ്രുതമോടിച്ചു പക്കത്തിങ്കലെത്തിപ്പെട്ട യത്തീമിനാളെ. ഇതെല്ലാം നിങ്ങൾ കണ്ടോ? ഇപ്പോഴാണ് നമുക്ക് കൈയടിക്കാൻ പറ്റുള്ളൂ. ഞാന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ കയ്യടി കിട്ടുന്നത് ഇതിനാണ്. അതാണ് പോപ്പുലർ സംഗീതത്തിന്റെ ഒരു ഇത്. ഞാൻ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഗാനം പാടിയിട്ടുള്ള ഒരാളാണ് എന്ന് പോലും നിങ്ങൾക്ക് അറിയണ്ടാവില്ല. അറിയില്ലോ? അതാണ്. അതിനെന്താ? ആ വിസിബിലിറ്റി ഇല്ല. ഒരു പ്രത്യേക മനുഷ്യരുടെ മുമ്പിൽ മാത്രം പാടുന്ന ഒരു ഗായികയായിട്ട് നമ്മള്, കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. സംഗീതം കൊണ്ട് ഉള്ള ഒരു അന്വേഷണം, കബീറിനെയും നാരായണ ഗുരുവിനെയും പൊയ്കേൽ അപ്പച്ചനെയും, അതുപോലെ സ്വന്തമായിട്ടൊക്കെ എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്ര കതിരുകൾ വിത്തെറിഞ്ഞ കേരളം, കേരളത്തെ കുറിച്ച് ഞാൻ കമ്പോസ് ചെയ്ത് പാടിയ ഗാനം. ഇതൊക്കെ എല്ലാവർക്കും ആ രീതിയിൽ എന്നെ അറിയും. പക്ഷെ ഈ പാട്ടുകളൊക്കെ പാടിയത് ഞാനാണെന്ന് അറിയാം. കാത്തൊരു മഴയത്ത് നനഞ്ഞ് കുതിരണ പാടത്ത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ കായംകുളം കൊച്ചുണ്ണിയിലൊക്കെ നിവിൻ പോളി ആദ്യം എനിക്കൊരു നൃത്തം കാണണം, ബ്രിട്ടീഷുകാര് സാഹിബുമാര് കാണുന്ന നൃത്തം കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പാടുന്ന പാട്ടൊക്കെ ഞാൻ പാടിയിട്ടുള്ളതാണ്. പക്ഷെ അതിന്റെ പേരിൽ പിന്നെ അതിനെ വലുതാക്കി കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാത്തത് എന്താ വെച്ചാൽ, എനിക്ക് എൻ്റെ മുമ്പിലുള്ള വിഷയം ഇതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾക്ക് മുമ്പിൽ എൻ്റെ ആശയങ്ങളെയും കാഴ്ചപ്പാടിനെയും പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വെങ്കിരിയോട് നന്ദി പറയാണ്. സ്നേഹം, എല്ലാവരോടും സ്നേഹം, സന്തോഷം.